അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ വ സയ്യിദുൽ വറാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഅ്തുൽ അജീറ അജ്റഹു, തൊഴിലാളികൾക്ക് പണിയെടുക്കുന്നവർക്ക് കൃത്യമായ വേതനം നൽകണം, അവരുടെ ഹക്ക് കൊടുത്തുകൊള്ളണം. ഖബല അൻ യജ്ഫഅറുഹു, അവരുടെ വിയർപ്പിന്റെ തുള്ളികൾ ഉണങ്ങുന്നതിന് മുമ്പ് എന്ന് വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ മറ്റൊരു വാചകം ഒരു അപ്പോസ്തലനിൽ നിന്നും നമുക്ക് കണ്ടെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ അവരുടെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അത് നിങ്ങൾ കൊടുക്കുന്ന അവകാശമല്ല മുതലാളികളെ എന്നാണ് പ്രവാചകൻ പറയുന്നത്. നിങ്ങളുടെ ഓശാര ഔദാര്യവും ഈ പാവപ്പെട്ട സമൂഹത്തിന് വേണ്ട. അവരുടെ അവകാശം വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവരുടെ കൈകളിലേക്ക് കൊടുത്തുകൊള്ളണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ മെയ് ദിനത്തിൽ ഏറ്റവും കൂടുതൽ ഉറച്ചുറച്ച് ഈ 1-ാം തീയതി പറയാൻ ലോകത്തോട് അന്നും ഇന്നും തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ അവർക്ക് ആശ്വാസമേകുന്ന ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞു വെച്ച പ്രവാചകനാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ചൂഷണത്തിനെതിരെ വളരെ കൃത്യമായി ഇടപെട്ട മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും ക്രമക്കേടുകൾ കൃത്രിമം നടത്തുന്നവർക്ക് ഭയാനകരമായ നാശമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒരു അധ്യായം തന്നെ, ഒരു ചാപ്റ്റർ തന്നെ വിശുദ്ധമായ ഖുർആനിൽ അനുബന്ധമായുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്ത് ഹൂദ് 85-ാമത്തെ സൂക്തം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലാ തബ്ഖസുന്നാസ അശ്യാഅഹും, ജനങ്ങളെ നിങ്ങൾ അവരുടെ അവകാശങ്ങളെ ചൂഷണം ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ടാണ് ഖുർആൻ ഇടപെടുന്നത്. തൊഴിലാളി വിമോചനത്തിന് വേണ്ടി വിപ്ലവം നടത്തിയവർക്ക് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ ഹിറാ ഗുഹരത്തിൽ നിന്ന് പ്രവാചകർ ലോകത്തോട് വിളംബരം ചെയ്യുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു സലാസത്തുൻ ലനാ ഖസ്മുഹും യൗമൽ ഖിയാമ, പരലോകത്തിൽ ഞാൻ തർക്കിക്കുന്ന, ഞാൻ അവരുടെ മുമ്പിൽ വന്ന് അവരെ ചോദ്യം ചെയ്യുന്ന 3 വിഭാഗമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് ആർക്ക് വേണ്ടിയാണ് ശബ്ദിക്കുന്നത്? ഹബീബായ പ്രവാചകർ ആരുടെ പക്ഷത്താണ് നിലകൊണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻ വലം യുഅതിഹി അജ്റഹു, ഒരാൾ മറ്റൊരാളെ കൂലിക്ക് വിളിച്ചു, തൊഴിലാളിയായിട്ട് വിളിച്ചു, എന്ത് ജോലിയുമാകട്ടെ, പക്ഷേ വേണ്ടതുപോലെ കൃത്യമായി കഠിനാധ്വാനത്തിനുള്ള വേതനം, പ്രവർത്തനത്തിനും ജോലിക്കും അനുസരിച്ചുള്ള കൂലി നിങ്ങൾ കൃത്യമായ സമയത്ത് ആ അവകാശികളുടെ കയ്യിൽ കൊടുത്തുകൊള്ളണം. അത് നിങ്ങളുടെ ഔദാര്യമല്ല, അത് പണിയെടുത്തവരുടെ അവകാശമാണ്. അതിൽ കുറവ് കാണിച്ചാൽ, അതിൽ സമയം ബന്ധിച്ചാൽ, അതിൽ പിശുക്ക് കാണിച്ചാൽ, അതിൽ നിങ്ങൾ മാറ്റി വെച്ചവരെ പ്രയാസപ്പെടുത്തി പിന്നെയും നിന്റെ മുമ്പിലേക്ക് അവരെ വരുത്തിയാൽ ഞാൻ അവരോട് തർക്കിക്കും, നാളെ അവരെ ചോദ്യം ചെയ്യുമെന്ന് റസൂലുള്ളാഹി.